തൃശ്ശൂരിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് അരങ്ങേറിയത്. ഈ ഡോക്ടർ ലജി ജെസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കല്ലുകടികൾ ഉണ്ടായിരുന്നു. കാരണം 3 വനിതാ കുറിച്ചുള്ള ഈ പദ്ധതിയെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന അംഗമായിരുന്ന ലാലി ജെയിംസ് ആണ്. കഴിഞ്ഞ 4 തവണയായി തൃശ്ശൂർ കോർപ്പറേഷനിൽ തുടർച്ചയായി ഡോക്ടറുകളാണ്. ഇത്തവണ ഏറ്റവും മുതിർന്ന ഡോക്ടർ എന്ന രീതിയിൽ തനിക്ക് ഈ പദവി ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ലാലിക്കുണ്ടായിരുന്നത്. ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു എന്നും ലാലി പറയുന്നുണ്ട്. പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചില്ല. ലിജി ജെസിലേക്ക് കാര്യങ്ങൾ പോയി. സ്വാഭാവികമായിട്ടും ലാലിയുടെ പ്രതിഷേധം ഇത് പരസ്യമായി വരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ലാലി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സാമ്പത്തിക ഇടപാടുകളടക്കം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി എന്നാണ് അവർ പറയുന്നത്. AICC നേതൃത്വത്തെ അവരെ ഉന്നയിച്ചുകൊണ്ട് ചില വ്യക്തികൾ ദില്ലിയിലേക്ക് പോയി എന്ന വളരെ ഗുരുതരമായ ആരോപണവും ലാലി ഉന്നയിച്ചു. കേസിലേക്ക് വലിയ വിവാദമുച്ചിയുമാണ് ഉന്നയിച്ചത് എന്ന കാര്യം അത്തരം നടക്കില്ല. ഒപ്പം തന്നെ തൃശ്ശൂരിലെ ചില കോൺഗ്രസ് നേതാക്കൾ DCC നേതൃത്വത്തിലുള്ള ചില പ്രധാനപ്പെട്ട ആളുകൾ തനിക്കെതിരെ ചരടുവലി നടത്തി എന്നാണ് ലാലിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. തീർച്ചയായിട്ടും അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന വളരെ ഗുരുതരമായ ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലാലിക്കെതിരെ നടപടി വരുമോ എന്നതായിരുന്നു പിന്നീടുണ്ടായ സംശയം. ആ ഘട്ടത്തിൽ ലാലി വീണ്ടും വെളിപ്പെടുത്തിച്ചു. തനിക്കെതിരെ നടപടി വന്നാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തും. ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്കറിയാം. ജില്ലയിലെ നേതാക്കന്മാരെ അതടക്കം വെളിപ്പെടുത്തും എന്ന് ലാലി ഭീഷണി നടത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും കോൺഗ്രസ് തൽക്കാലം നടപടിയെടുത്തിട്ടില്ല. പക്ഷെ കോൺഗ്രസിന് ഈ വിവാദങ്ങൾ വലിയ ക്ഷീണമാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും AICC നേതൃത്വത്തെ അടക്കം തന്നെ ഗുരുതരമായ സംശയത്തിന്റെ ആക്ഷേപം ഉന്നയിക്കുകയും നിർത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ